സോ ഹലോ എവരി വൺ, വെൽക്കം ബാക്ക്. ഇന്ന് നമ്മൾ കേരളത്തിലാണുള്ളത്. സോ ഇന്ന് നമ്മൾ ടെസ്റ്റ് ഡ്രൈവ് ചെയ്യുന്ന വണ്ടി പുതിയ വെന്യൂ ആണ്. ടെസ്റ്റ് ഡ്രൈവ് വണ്ടി പ്രൊവൈഡ് ചെയ്തേക്കുന്ന SS ഹ്യുണ്ടായി ആണ്, മാവേലിക്കരയുള്ള ഷോറൂം. അതായത് മിച്ചൽ ജംഗ്ഷനിന് CSI ചർച്ചിന് ഓപ്പോസിറ്റുള്ള ഷോറൂം. സോ ഇന്ന് SS ഹ്യുണ്ടായി നിന്ന് നമുക്ക് രാഹുലുണ്ട് കൂടെ, നമ്മളെ അസിസ്റ്റ് ചെയ്യാൻ വേണ്ടിയിട്ട് ഫീച്ചേഴ്സും ഡീറ്റെയിൽസൊക്കെ പറയാൻ. സോ നമുക്ക് വീഡിയോ സ്റ്റാർട്ട് ചെയ്യാം. ഇങ്ങോട്ടല്ലേ? ഇങ്ങോട്ടോ? നേരെ സിഗ്നൽ നേരെ പോയിട്ട് ബുദ്ധ ജംഗ്ഷനിൽ ഇടത്തോട്ട് പോകും. വലിയ തിരക്കില്ല. ഓക്കെ. ഓക്കെ, സോ വണ്ടിയെപ്പറ്റി നമുക്കുള്ള റിവ്യൂ നോക്കാം. സോ ഇത് പുതിയ വെന്യൂ ആണ്, റീസെൻ്റ്ലി ഇപ്പം ലോഞ്ച് ചെയ്തേ ഉള്ളൂ. അപ്പം അവർ ഫേസ് ലിഫ്റ്റ് പോലെയാണ് ഇറക്കിയിരിക്കുന്നത്. എസ്പെഷ്യലി ചേഞ്ചസ് വരുന്നത് എക്സ്റ്റീരിയറിലും ഇൻറ്റീരിയറിലും ആണ് മെയിൻ ചേഞ്ചസ് വരുന്നത്. അതേപോലെ പ്ലാറ്റ്ഫോമും ചെറുതായിട്ട് അപ്ഡേറ്റ് ആയിട്ടുണ്ട്. സോ എക്സ്റ്റീരിയർ വൈസ് നോക്കുവാണെങ്കിലും പ്രീവിയസ് വെന്യൂ വെച്ച് നോക്കുമ്പോൾ ഡയമെൻഷൻസിൽ കുറച്ച് വ്യത്യാസം വന്നിട്ടുണ്ട്. ഇറ്റ്സ് 4 മീറ്റർ കാറാണ്. സോ ലെങ്ത്തിൽ ചേഞ്ച് ഒന്നുമില്ല. വിഡ്ത്തിലൊരു 30 mm കൂടിയിട്ടുണ്ട്, ഹൈറ്റിലൊരു 48 mm. പിന്നെ വീൽ ബേസും കൂടിയിട്ടുണ്ട്, ഓൾമോസ്റ്റ് 20 mm കൂടിയിട്ടുണ്ട്. സോ ഇൻറ്റീരിയർ സ്പേസ് ഒക്കെ കുറച്ചുകൂടി ഇമ്പ്രൂവ് ആയിട്ടുണ്ട്. പിന്നെ എക്സ്റ്റീരിയർ, നേരത്തെ വെന്യൂ നമ്മൾ മെയിൻ ഒരു ഇഷ്യൂ ആയിട്ട് എല്ലാവരും പറഞ്ഞിരുന്നത് അതൊരു ചെറിയ വണ്ടിയായിട്ട് തോന്നുന്നതാണ്. പക്ഷേ ഇപ്പോഴത്തെ അപ്ഡേറ്റ് വെച്ച് ഈ വണ്ടി കുറച്ചുകൂടെ ഒരു വലിയ വണ്ടി, ഒരു ക്രെട്ട ആയിട്ടൊക്കെ കമ്പയറബിൾ ആയിട്ടുള്ളൊരു സൈസ് നമുക്കിപ്പം പുറത്ത് നോക്കുമ്പോൾ മനസ്സിലാവും. സോ എക്സ്റ്റീരിയർ വൈസ് അവർ കുറേ അപ്ഡേറ്റ്സ് കൊണ്ടുവന്നിട്ടുണ്ട്. ലുക്ക് വൈസ് ആണെങ്കിൽ ഇപ്പം അൽക്കസാർ അല്ലെങ്കിൽ എക്സ്റ്റാറിൻ്റെ ഒക്കെ ഒരു ഷേപ്പ് ഫ്രണ്ട് എക്സ്റ്റീരിയറിൽ നമുക്ക് കാണാൻ പറ്റും. അതുവരെ ഇൻറ്റീരിയർ അവർ മൊത്തത്തിൽ അപ്ഡേറ്റ് ചെയ്തിട്ടുണ്ട്. പുതിയ 12.3 ഇഞ്ച് ഡിസ്പ്ലേ വന്നിട്ടുണ്ട്. പിന്നെ ഇൻറ്റീരിയർ അപ്പോൾസ്ട്രി എല്ലാം ചേഞ്ച് ചെയ്തിട്ടുണ്ട്. ലേ ഔട്ട് എല്ലാം ചേഞ്ച് ആയിട്ടുണ്ട്. നമുക്കിപ്പോൾ ഒരു വലിയ കേർവ്ഡ് ഡിസ്പ്ലേ വരുന്നുണ്ട്. അപ്പോൾ മൊത്തത്തിൽ ഇൻറ്റീരിയർ ഒരു ഭയങ്കര ഒരു അപ്പ് മാർക്കറ്റ് ഫീൽ നമുക്കിപ്പോൾ ഈ സെഗ്മെൻറ്റിൽ തന്നെ ഏറ്റവും നല്ല പ്രീമിയം ഇൻറ്റീരിയർ ഇപ്പം എനിക്ക് തോന്നുന്നു വെന്യൂവിൻ്റെയാണ്. പിന്നെ എൻജിൻ വൈസ് നമുക്ക് ചേഞ്ചസ് ഒന്നുമില്ല. 3 എൻജിൻ ഓപ്ഷൻസ് ഇപ്പോഴും പഴയ പോലെ തന്നെ വരുന്നുണ്ട്. ഒരു 1.2 കപ്പ എൻജിൻ വരുന്നുണ്ട്. ഇറ്റ്സ് എ നാച്ചുറലി ആസ്പിറേറ്റഡ്. 83 bhp പവർ പ്രൊഡ്യൂസ് ചെയ്യുന്നുണ്ട്. നോർമൽ സിറ്റി ഡ്രൈവിനൊക്കെ അത് അഡീക്വേറ്റ് ആണ്. പിന്നെ നമുക്കൊരു 1.5 ഡീസൽ വരുന്നുണ്ട്. ഡീസൽ അതൊരു 115 bhp പ്രൊഡ്യൂസ് ചെയ്യുന്നൊരു എൻജിനാണ്. അത്യാവശ്യം ടോർക്കിയാണ് എൻജിൻ. ഹൈവേയിലാണെങ്കിലും സിറ്റിയിലാണെങ്കിലും കൊണ്ടു നടക്കാനൊക്കെ നല്ലതാണ്. ഇതിന് ഓട്ടോ സ്റ്റാർട്ട് സ്റ്റോപ്പ് ഉണ്ടല്ലേ. അതേപോലെ ഇപ്പം പുതിയതായിട്ട് പുതിയ ഫേസ് ലിഫ്റ്റോട് വന്നത് എനിക്ക് തോന്നുന്നു ഇതല്ലേ, അതായത് ഡീസലിന് ഓട്ടോമാറ്റിക് വരുന്നുണ്ട്. നേരത്തെ ഓപ്ഷനില്ല, ലെഫ്റ്റാണോ? നേരത്തെ സോണറ്റിന് മാത്രമേ ഉള്ളായിരുന്നു ഈ സെഗ്മെൻറ്റിൽ ഒരു പ്രോപ്പർ ഡീസൽ ഓട്ടോമാറ്റിക് ഉണ്ടായിരുന്നു. ഇപ്പോൾ അത് വെന്യൂവിലും കൊണ്ടുവന്നിട്ടുണ്ട്. സോ അതൊരു നല്ലൊരു സെയിൽസിൽ എനിക്ക് തോന്നുന്നു നല്ലൊരു ഇമ്പ്രൂവ്മെൻറ്റ്. കുറച്ചുകൂടെ ഓൾറെഡി നല്ല സെല്ലിങ് ഒരു വെഹിക്കിളാണ് വെന്യൂ. സോ അതിൻ്റെ സെയിൽ ഇനിയും കൂടാനൊരു ഓപ്ഷനും കൂടെ ആയി, ഐ മീൻ ഡീസൽ ഓട്ടോമാറ്റിക്. സോ നമ്മൾ ഇന്ന് ഓടിക്കുന്നത് ഒരു 1 ലിറ്റർ ടർബോ പെട്രോളാണ് വിത്ത് 7 സ്പീഡ് DCT. 1 ലിറ്ററിന് അപ്പം ഇത് ഓൾമോസ്റ്റ് 120 bhp പ്രൊഡ്യൂസ് ചെയ്യുന്നുണ്ട്. അത്യാവശ്യം ഫൺ ടു ഡ്രൈവ് ആണ്. അത്യാവശ്യം വേണ്ട പവറുണ്ട്. സിറ്റിയിൽ ഓടിക്കാനാണെങ്കിലും DCT ആണ്, അത്ര എഫിഷ്യൻ്റ് അല്ല. ബട്ട് നമ്മുടെ ഈ നാട്ടിലൊക്കെ ഓടിക്കാൻ അത്യാവശ്യം നല്ല കംഫർട്ടബിളാണ്. അധികം ബമ്പർ ടു ബമ്പർ ട്രാഫിക്കിലേ ഉള്ളൂ DCTക്ക് ഇഷ്യൂസ് ഉള്ളത്. സോ ഹൈവേയിലാണെങ്കിലും അത്യാവശ്യം നല്ല ഒരു പവർ ഡെലിവറി ചെയ്യുന്നുണ്ട്. സോ എൻജിൻ വൈസ് അവിടെ ചേഞ്ച് ഒന്നുമില്ല. പിന്നെ പ്ലാറ്റ്ഫോം ചേഞ്ച് ആയെന്ന് പറഞ്ഞില്ല. നേരത്തെ ഇത് K2 ബേസ്ഡ് ഒരു പ്ലാറ്റ്ഫോം ആയിരുന്നു. ഇപ്പോൾ അതൊരു K1 റീഎൻഫോഴ്സ്ഡ് പ്ലാറ്റ്ഫോമിലോട്ടായിട്ടുണ്ട്. സോ മൊത്തത്തിൽ നോക്കുവാണെങ്കിൽ ഐ മീൻ വീൽ ബേസ് ഇമ്പ്രൂവ് ആയിട്ടുണ്ട്. അതുകൊണ്ട് നമുക്ക് നല്ല സ്പേസ് അകത്ത് ഫീൽ ചെയ്യാം. കുറച്ചുകൂടെ വണ്ടിയുടെ വലുപ്പവും യൂസബിലിറ്റിയും പ്രാക്ടിക്കാലിറ്റിയും നല്ലോണം ഇമ്പ്രൂവ് ആയിട്ടുണ്ട് വണ്ടിക്കിപ്പോൾ. സോ അതാണ് ബേസിക്കലി മെയിൻ ചേഞ്ചസ് എന്ന് പറയുന്നത്. എക്സ്റ്റീരിയർ വൈസ് പിന്നെ നോക്കുവാണെങ്കിൽ ഹൈറ്റ് കുറച്ച് കൂടിയിട്ടുണ്ട്. അതൊരു നല്ല അഡ്വാൻറ്റേജ് ആണ്. പിന്നെ ഫീച്ചർ ലോഡഡ് ആണ്. നേരത്തെ വെന്യൂവിനേക്കാൾ നോക്കുവാണെങ്കിൽ കുറേ ഫീച്ചേഴ്സ് ആഡ് ചെയ്തിട്ടുണ്ട്.
ഇപ്പോൾ എസ്പെഷ്യലി മെയിൻലി ഇതാണ് വലിയൊരു ഇൻഫർടൈൻമെൻറ്റ് സിസ്റ്റം വന്നിട്ടുണ്ട് വിത്ത് വയർലെസ് ആൻഡ്രോയിഡ് ഓട്ടോ ആണ്. അതെ അതെ അതെ. പിന്നെ അഡാസ് അഡാസ് ഫീച്ചേഴ്സ് ആഡ് ചെയ്തിട്ടുണ്ട്. 360 ക്യാമറ. അതെ. പിന്നെ നമുക്ക് സീറ്റിൽ തന്നെ നമുക്ക് AC വെന്റിലേഷൻ, സീറ്റ് വെന്റിലേറ്റഡ് ആണ്. അത് എസ്പെഷ്യലി നമ്മുടെ നാട്ടിലെ പോലൊരു ക്ലൈമറ്റിന് ഭയങ്കര സുഖമാണത്. ദൂരെ ലോങ് ട്രിപ്പ് യാത്രയ്ക്കൊക്കെ ഏറ്റവും നല്ല വെന്റിലേറ്റഡ് ആകുമ്പോൾ നമുക്ക് ക്ഷീണം തോന്നില്ല, നമുക്ക് നമുക്ക് ടയർഡ് തോന്നില്ല. മെയിനായിട്ടുള്ള കാര്യം അതാണ്. പിന്നെ സ്റ്റിയറിംഗ് പറയുവാണെങ്കിൽ ഭയങ്കര ലൈറ്റായിട്ടുണ്ട് സ്റ്റിയറിംഗ്. ഇപ്പോൾ ഫീൽ ആൻഡ് ഫീഡ്ബാക്ക് അത്ര ഇല്ല, ബട്ട് ഭയങ്കര കൺവീനിയൻ്റ് ആണ് സിറ്റി ട്രാഫിക്കിൽ ഓടിക്കാനാണെങ്കിലും. എസ്പെഷ്യലി പുതിയ ഡ്രൈവേഴ്സൊക്കെ ആണെങ്കിലും ഭയങ്കര ഈസി ആയിട്ട് നമുക്ക് ഡ്രൈവ് ചെയ്ത് പോകാം. അത്രയ്ക്ക് സുഖമാണ് വണ്ടി ഓടിക്കാൻ. റൈഡ് ക്വാളിറ്റി നല്ലതാണ്. ഇപ്പം ഓൾറെഡി വെന്യൂ അത്യാവശ്യം ഒരു സോഫ്റ്റ് സൈഡായിരുന്നു. ഐ മീൻ ഒരു ബാലൻസ് ആണ്, അതായത് റൈഡും കംഫോർട്ടും എല്ലാം കൊണ്ടൊരു ബാലൻസ് ആണ്. ഇപ്പോഴും അത് തന്നെ മെയിൻറ്റെയിൻ ചെയ്തിട്ടുണ്ട്. അത്യാവശ്യം നല്ല റൈഡ് ക്വാളിറ്റി തരുന്നുണ്ട്. ഇതിനകത്ത് SOS അവൈലബിൾ ആണ്. അതായത് വണ്ടി എവിടെയെങ്കിലും ബ്രേക്ക് ഡൗൺ ആവുമോ അല്ലെങ്കിൽ നമുക്ക് എന്തെങ്കിലും അസ്വസ്ഥതകൾ നമ്മൾ ഒറ്റയ്ക്ക് സഞ്ചരിക്കുന്ന സമയത്ത് നമുക്ക് എന്തെങ്കിലും ബുദ്ധിമുട്ട് വരുവാണെങ്കിൽ ഇതിൽ ഞെക്കിക്കഴിഞ്ഞാൽ നമുക്ക് നേരെ കോൾ സെൻറ്ററിലോട്ടാണ് ചെല്ലുന്നത്. അപ്പോൾ അവിടുന്ന് ആൾക്കാർ അവിടുന്ന് വണ്ടി വിട്ട് തരും. നമുക്ക് വേണ്ട ട്രീറ്റ്മെൻറ്റ് കാര്യങ്ങൾ എന്താണെന്ന് വെച്ചാൽ ഹെൽപ്പ് അവർ ചെയ്ത് തരും. ഓക്കെ. ഇത് ടോപ്പ് എൻഡ് മോഡലാണ്, HX10 ആണ്. സോ ഇത് കഴിഞ്ഞിട്ട് ഇനി N-Line മാത്രമേ ഉള്ളൂ. സോ അതിൽ കുറച്ച് കോസ്മെറ്റിക് അപ്ഡേറ്റ്സ് ഉണ്ട്. പിന്നെ എക്സോസ്റ്റിൽ എനിക്ക് തോന്നുന്നു എക്സോസ്റ്റ് നോട്ടിലൊക്കെ കുറച്ച് ഡിഫറൻസ് ഉണ്ട്. കുറച്ച് ഡിഫറെൻറ്റ് എക്സോസ്റ്റാണ് യൂസ് ചെയ്തേക്കുന്നത്. അത് പവർ വൈസ് എല്ലാം സെയിം ആണ്. സെയിം 1 ലിറ്റർ ടർബോ DCT ആണ് വരുന്നത്. ഡീസലിലുണ്ടോ? N-Line ഉണ്ടല്ലേ? ലെഫ്റ്റോ? വണ്ടിയുടെ പിക്കപ്പ് അത്യാവശ്യം നല്ലതാണ്. 1 ലിറ്റർ ആണെങ്കിലും ഓൾമോസ്റ്റ് 120 bhp പ്രൊഡ്യൂസ് ചെയ്യുന്നുണ്ട്. അതുകൊണ്ട് അത്യാവശ്യം നല്ല പവറുണ്ട് വണ്ടിക്ക്. നമുക്ക് കാല് കൊടുത്താൽ നല്ല ലീനിയർ, ഐ മീൻ അത്യാവശ്യം നല്ലൊരു പുള്ളുണ്ട്. ടർബോ ലാഗ് ഇനീഷ്യലി ഉണ്ട്, ബട്ട് ചെറിയൊരു 1500 RPM കഴിയുമ്പോഴത്തേക്ക് നല്ലപോലെ വലിക്കും. അത്യാവശ്യം സ്റ്റെബിലിറ്റി നല്ലതാണ് ഈ സ്പീഡിൽ പോകുമ്പോൾ. സോ അവർ സസ്പെൻഷൻ ട്യൂൺ ചെയ്തിരിക്കുന്ന രണ്ടും കംഫോർട്ട് പ്ലസ് സ്റ്റെബിലിറ്റി രണ്ടും ഓർത്തിട്ടാണ്. അപ്പം പിന്നെ അത്യാവശ്യം ഡ്രൈവബിലിറ്റി അത്യാവശ്യം ഓക്കെയാണ്. ഇതും അലോയിയാണ്. എനിക്ക് തോന്നുന്നു N-Line വരുമ്പോൾ 17 ഇഞ്ച് അലോയ്സ് വരുന്നുണ്ട്. ഇതിന് 16 ഇഞ്ചാണ് അലോയ്സ് വരുന്നത്. സോ കാണാൻ കുറച്ചുകൂടെ നല്ല 17 ഇഞ്ച് അലോയ്സ് ആണെങ്കിലും എനിക്ക് തോന്നുന്നു റൈഡ് കംഫോർട്ട് എപ്പോഴും 16-ലായിരിക്കും. ബിക്കോസ് ആ റബ്ബർ ഏരിയ കുറച്ച് കൂടുതലുള്ളതുകൊണ്ട് 16 ഇഞ്ച് അലോയ് വീൽസ് ആയിരിക്കും കുറച്ചുകൂടെ നല്ലത്. ബട്ട് ഓവറോൾ വണ്ടിയുടെ ഡ്രൈവ് ഫീൽ ഭയങ്കര നല്ലതാണ്. സ്റ്റിയറിംഗ് ഭയങ്കര ലൈറ്റാണ്, ഭയങ്കര സ്മൂത്താണ് ഹാൻഡിൽ ചെയ്യാനും മനൂവർ ചെയ്യാനൊക്കെ. എസ്പെഷ്യലി നമ്മുടെ നാട്ടിലൊക്കെ നല്ല വളവുകളും കാര്യങ്ങളുള്ളപ്പം ഇത് ഭയങ്കര ഈസിയാണ് യൂസ് ചെയ്യാൻ. വണ്ടിയുടെ ഓവറോൾ സൈസ് ഇപ്പോൾ അകത്തുനിന്ന് നോക്കുവാണെങ്കിലും അത്യാവശ്യം വിട്ട് തോന്നിക്കും. പഴയ വെന്യൂ പോലെയല്ല. പഴയ വെന്യൂ മെയിൻലി ഒരു ചെറിയ കാറ് പോലെ തോന്നുമായിരുന്നു, ബിക്കോസ് അതിൻ്റെ മൊത്തത്തിലുള്ള ഷേപ്പ് കാരണം. ഇപ്പോൾ ഇത് കാറ് കുറച്ചുകൂടെ ബോക്സി ആക്കിയിട്ടുണ്ട്. സോ പുറത്തുനിന്നും അകത്തുനിന്നൊക്കെ കുറച്ചുകൂടെ സ്പേഷ്യസ് ആയിട്ട് നമുക്ക് ഫീൽ ചെയ്യും. ഷിഫ്റ്റ്സ് 70cc ഭയങ്കര സീംലെസ് ആണ്. ഒരു പ്രശ്നവുമില്ല അവിടെ. നമുക്കൊരു ലാഗോ അല്ലെങ്കിൽ ഒരു AMTയുടെ ബുദ്ധിമുട്ട് ജേർക്കിനെസ് ഒന്നും ഇവിടെ ഫീൽ ചെയ്യത്തില്ല. ഭയങ്കര സ്ലീക്ക് ഷിഫ്റ്റിംഗ് ആണ് ഗിയേഴ്സൊക്കെ. ബ്രേക്കിംഗ് അത്യാവശ്യം നല്ലതാണ്. അഡിക്വേറ്റ് പവറുണ്ട് ബ്രേക്കിങ്ങിൽ. ഇതിന് മോഡ്സ് വരുന്നുണ്ട്, ഡ്രൈവ് മോഡ്സ് ഉണ്ട്. ഓക്കെ. പിന്നെ ഇതിന് പാഡൽ ഷിഫ്റ്റേഴ്സ് വരുന്നുണ്ട്. നമുക്കിപ്പം അത്യാവശ്യം DCT നല്ല രീതിയിൽ ഷിഫ്റ്റിങ്ങും കാര്യങ്ങളൊക്കെ ഉണ്ട്. പക്ഷേ ഈ ഹൈവേയിൽ നമുക്ക് കുറച്ചുകൂടെ ഫൺ വേണമെങ്കിൽ നമുക്ക് ഈ പാഡൽസ് യൂസ് ചെയ്യാം.
എക്സോസ് നോട്ട് ആണെങ്കിൽ അത്യാവശ്യം സ്പോർട്ടിയാണ്. നമ്മൾ അത്യാവശ്യം റിവ്യൂ ചെയ്യുമ്പോൾ മാത്രമേ അകത്ത് കേൾക്കത്തുള്ളൂ. ഇൻസുലേഷനൊക്കെ കുറച്ച് നല്ലതാണ് വണ്ടി. പിന്നെ ബാക്കിയുള്ള ഫീച്ചേഴ്സ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ പിന്നെ വയർലെസ് ചാർജിങ് വരുന്നുണ്ട്, പിന്നെ 360 ക്യാമറ, സൺറൂഫ് വരുന്നുണ്ട്, വോയിസ് ആക്ടിവേറ്റഡ് ആണ് എല്ലാം. ക്ലോസ് ചെയ്ത് പിന്നെ എന്തൊക്കെയാണ് ഫീച്ചേഴ്സ് വരുന്നത്? പിന്നെ 360 ക്യാമറ പറഞ്ഞു, ബ്ലൈൻഡ് വ്യൂ മോണിറ്റർ വരുന്നുണ്ട്. സോ ഓവറോൾ പാക്ഡ് ഒരു ഫീച്ചർ പാക്ഡ് ഒരു വണ്ടിയാണ്. നേരത്തെയും നല്ല ഫീച്ചേഴ്സ് എല്ലാം ഉണ്ടായിരുന്നു, പക്ഷേ കുറേ പുതിയ ഫീച്ചേഴ്സ് ആഡ് ചെയ്തിട്ടുണ്ട്. നേരത്തെ 360 ക്യാമറ ഒന്നും നമുക്കില്ലായിരുന്നു. സോ ഇപ്പം അത്യാവശ്യം നല്ല ക്വാളിറ്റി ഉള്ളൊരു ക്യാമറ, അത്യാവശ്യം നല്ല റെസൊല്യൂഷൻ ഉണ്ട് വണ്ടിക്ക്, ക്യാമറയ്ക്ക്. ഇതൊക്കെ ടൈറ്റ് സ്പേസിലൊക്കെ ഭയങ്കര യൂസ്ഫുള്ളാണ്. ഒരു ടോപ്പ് വ്യൂവും പിന്നെ ഒരു 360 വ്യൂ ഒക്കെ നമുക്ക് പല വ്യൂസ് അഡ്ജസ്റ്റ് ചെയ്യാം. റിവേഴ്സ് വ്യൂ കാണാം, ഫ്രണ്ട് വ്യൂ കാണാം. സോ ഭയങ്കര കൺവീനിയൻ്റ് ആണ്. എസ്പെഷ്യലി പുതിയതായിട്ട് വണ്ടി പഠിക്കുന്ന ആൾക്കാർക്ക് ഭയങ്കര യൂസ്ഫുള്ളാണ് ടൈറ്റ് സ്പേസസിലൊക്കെ യൂസ് ചെയ്യാൻ. പിന്നെ വരുന്ന ഫീച്ചേഴ്സ് എന്തൊക്കെയാണ്? പിന്നെ ഓട്ടോ ഹോൾഡ് വരുന്നുണ്ട്, അത് ഈ ട്രാഫിക്കിലൊക്കെ യൂസ് ചെയ്യാൻ നല്ലതാണ്. പിന്നെ ഇലക്ട്രിക് പാർക്കിംഗ് ബ്രേക്ക് വരുന്നുണ്ട്. പിന്നെ ഡ്രൈവ് മോഡ്സ് ആൻഡ് ട്രാക്ഷൻ മോഡ്സ് ഇവിടെ അഡ്ജസ്റ്റ് ചെയ്യാം. സോ ഇപ്പോൾ സ്പോർട്ടിലാണുള്ളത്. സ്പോർട്ട് മോഡ് അനുസരിച്ച് ഓരോ മോഡ് അനുസരിച്ച് ഈവൻ നമ്മുടെ ഡിസ്പ്ലേയിലും വ്യത്യാസം വരുന്നുണ്ട്. സോ നോർമൽ, എക്കോ ആൻഡ് സ്പോർട്ട്. നമുക്ക് സ്പോർട്ട് മോഡിലൊന്ന് ട്രൈ ചെയ്യാൻ റിഫറൻസ് നോക്കാം. അത്യാവശ്യം ട്രാഫിക് ഉണ്ട് ഇന്ന്, അതുകൊണ്ട് നമുക്കധികം പുഷ് ചെയ്യാൻ പറ്റത്തില്ല. സോ നിങ്ങൾക്ക് സർവീസും പ്രൊവൈഡ് ചെയ്യുന്നുണ്ടല്ലേ? അപ്പം എല്ലാ വണ്ടിയുടെയും ടെസ്റ്റ് ഡ്രൈവ് അവൈലബിൾ ആണ്. ഞാൻ രാഹുലിൻ്റെ കോൺടാക്ട് ഡീറ്റെയിൽസ് എല്ലാം വീഡിയോയിലും ഡിസ്ക്രിപ്ഷനിലും കൊടുത്തേക്കാം. ഡയറക്റ്റ്ലി രാഹുലിനെ കോൺടാക്ട് ചെയ്യാം. ഏതെങ്കിലും വണ്ടിക്ക് ടെസ്റ്റ് ഡ്രൈവ് ചെയ്യണമെങ്കിലും എൻക്വയറീസോ അല്ലെങ്കിൽ പ്രൈസ് ഡീറ്റെയിൽസ് ഒക്കെ അറിയണമെങ്കിൽ ഡയറക്റ്റ്ലി എക്സ്ചേഞ്ച് ഓഫേഴ്സും അവൈലബിൾ ആണ്. സോ നമ്മുടെ മാവേലിക്കര, ചെങ്ങന്നൂർ അല്ലെങ്കിൽ ഈ സൈഡിലുള്ള ആർക്കും ഡയറക്റ്റ്ലി കോൺടാക്ട് ചെയ്യാം. ഈസിയാണ്. അവർ നിങ്ങൾ വീട്ടിലും കൊണ്ടുവന്ന് കൊടുക്കുന്നുണ്ട് ടെസ്റ്റ് ഡ്രൈവ്. സോ അങ്ങനെയും ചെയ്യാം. നമുക്കിവിടെ വരെ വരാൻ ബുദ്ധിമുട്ടുണ്ടെങ്കിൽ അവർ വീട്ടിലും കൊണ്ടുതരും ടെസ്റ്റ് ഡ്രൈവിന്. ഞാൻ ഷോറൂം ഡീറ്റെയിൽസ് എന്തായാലും ഡിസ്ക്രിപ്ഷനിൽ കൊടുത്തേക്കാം. ഓക്കെ. സോ പിന്നെ നമുക്ക് വരുന്നത് കൂൾഡ് ഗ്ലൗ ബോക്സ് വരുന്നുണ്ട്. അത് കൺട്രോളബിൾ ആണ്. പിന്നെ പുറകിലാണെങ്കിലും വിൻഡോയ്ക്ക് ഷെയ്ഡ്സ് വരുന്നുണ്ട് രണ്ട് സൈഡിലും. പിന്നെ ആഡ് ഓൺ ഫീച്ചേഴ്സ് എന്ന് പറയാൻ ബൂട്ട് സ്പേസ് 375 ലിറ്റേഴ്സാണ്. അറൗണ്ട് 375 ലിറ്റേഴ്സ് ബൂട്ട് സ്പേസ് വരുന്നുണ്ട്. പുറകിലത്തെ ഓൾമോസ്റ്റ് കംഫോർട്ടൊക്കെ ഭയങ്കരമായിട്ട് ഇമ്പ്രൂവ് ആയിട്ടുണ്ട്. ലെഗ് റൂം ഇമ്പ്രൂവ് ആയിട്ടുണ്ട്. അതായത് വീൽ ബേസ് കൂടിയതോടെ പുറകിലിരിക്കുന്ന കംഫോർട്ടും അത്യാവശ്യം ലെഗ് റൂമൊക്കെ നല്ല ഇമ്പ്രൂവ് ആയിട്ടുണ്ട്. സോ ഓവറോൾ ഇപ്പോൾ ഒരു ബെസ്റ്റ് പാക്കേജ് ഇൻ ദ സെഗ്മെൻറ്റ് നമുക്ക് പറയാൻ പറ്റും. കാരണം ഫീച്ചേഴ്സ് വൈസ് ആണെങ്കിലും അത്യാവശ്യം സേഫ്റ്റി 6 എയർ ബാഗ് സ്റ്റാൻഡേർഡായിട്ട് വരുന്നുണ്ട്. ഇപ്പം പുതിയ പ്ലാറ്റ്ഫോമിലാണെങ്കിലും അവർ പറയുന്ന അൾട്രാ ഹൈ സ്ട്രെങ്ത് സ്റ്റീൽ അവർ റീഎൻഫോഴ്സ്മെൻറ്റ് കുറച്ച് കൂട്ടിയിട്ടുണ്ട്. സോ ബിൽഡ് ക്വാളിറ്റി വൈസും ഇമ്പ്രൂവ് ആയിട്ടുണ്ട് വെൻ കമ്പയർഡ് ടു പ്രീവിയസ് വെനോ. സോ ഓവറോൾ ഒരു ഈസി ടു ഡ്രൈവ് അല്ലെങ്കിൽ ഒരു ഫീച്ചർ റിച്ച് ഒരു പ്രീമിയം സബ് കോമ്പാക്ട് SUV നോക്കുന്നവർക്ക് വെന്യൂ ഇപ്പോൾ ഒരു ബെസ്റ്റ് ഓപ്ഷനാണെന്ന് ഞാൻ പറയാം. സോ അതാണ് വെന്യൂവിൻ്റെ ഒരു ചെറിയ ഡ്രൈവ് ഇംപ്രഷൻ. സോ കൂടുതൽ പ്രൈസ് ഡീറ്റെയിൽസിനൊക്കെ രാഹുലിനെ ഡയറക്റ്റ് കോൺടാക്ട് ചെയ്യാം. ഫുൾ പ്രൈസ് ലിസ്റ്റ് ഞാൻ എന്തായാലും വീഡിയോയിൽ ഷെയർ ചെയ്യുന്നുണ്ട്, ഓൺ റോഡ് പ്രൈസ് ലിസ്റ്റ് കേരളത്തിലെ. സോ ഡയറക്റ്റ്ലി ഡീലറുമായിട്ട് കോൺടാക്ട് ചെയ്ത് നിങ്ങൾക്ക് സംസാരിക്കാം. ഡിസ്കൗണ്ട്സ് ഒക്കെ അവരിപ്പോൾ പ്രൊവൈഡ് ചെയ്യുന്നുണ്ട്. കയറുമല്ലേ? സോ ഷോറൂം ആണെങ്കിലും ലൊക്കേറ്റ് ചെയ്യാൻ എളുപ്പമാണ്. നിങ്ങൾ CSI ചർച്ചിന് ഓപ്പോസിറ്റാണ്, മാവേലിക്കര മിച്ചൽ ജംഗ്ഷനിൽ. സോ സർവീസ് ആണെങ്കിൽ ഇവർ പ്രൊവൈഡ് ചെയ്യുന്നുണ്ട്. സോ ടെൻഷനൊന്നുമില്ല ഇവിടെ. മൊത്തത്തിൽ നമുക്ക് നല്ലൊരു എക്സ്പീരിയൻസ് കിട്ടും. സോ അതായിരുന്നു നമ്മുടെ ചെറിയൊരു ഡ്രൈവ് റിവ്യൂ ഓഫ് പുതിയ ഹ്യുണ്ടായ് വെന്യൂ. സോ എല്ലാവർക്കും വീഡിയോ ഇഷ്ടപ്പെട്ടെന്ന് വിചാരിക്കുന്നു. നിങ്ങളുടെ കമൻസും കാര്യങ്ങളൊക്കെ അറിയിക്കുക, സപ്പോർട്ട് ചെയ്യുക, ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക. ആൻഡ് താങ്ക് യു സോ മച്ച്. നമുക്ക് അടുത്തൊരു വീഡിയോയിൽ കാണാം. താങ്ക് യു സോ മച്ച്.